അത് ഞാൻ മറന്നുപോയി. മുല്ലപ്പൂ ചേലുള്ള മന്ദാര പെണ്ണിന്മയിൽ ശൃംഗാരം തൂമഞ്ഞൾ ചാർത്തിയോ. കക്കോത്തി, ഞാൻ നിന്റെ മുടി ചൂടി തരാനായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു. ആണോ? താങ്ക്സ് ഒക്കെ ചേട്ടാ. എന്തോന്നാ കുഞ്ഞളിയായത്? ഇതൊക്കെ റൂമിൽ വെച്ച് പോരെ? ഇവനൊന്നും നാണമില്ലേ? എന്റെ കാക്കോത്തി, നീ ഒന്ന് തിരിഞ്ഞു നിന്ന്, ഞാൻ പൂ ചൂടിത്തരാം. അമ്മയ്ക്കും ചേച്ചിക്കും വല്യണ്ണും കുഞ്ഞാട്ടൻ ശരിക്കും പണി കൊടുക്കുന്നുണ്ട്. സൂപ്പർ. എന്തൊരു മണോ! മണം മാത്രമല്ല, എന്തൊരു ഭംഗിയാ പൂ ചൂടിയ എന്റെ കാക്കോത്തിയെ കാണാൻ. ശരിക്കും ശരിക്കും. ഇതുപോലെ പൂ ചൂടിച്ചു കൊടുക്കാൻ ഒരു ഭാഗ്യം വേണം. ആ, എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്നൊന്നും വരില്ലേ. അടുക്കാൻ സമ്മതിക്കില്ല, കറവക്കാരനെ ചവിട്ടി തെറിപ്പിക്കുന്ന പശുവിനെ പോലെ. കാക്കോത്തി, എന്റെയും നിന്റെയും ഇഷ്ടം പോലെ ഇവിടെ ചിലര് കല്യാണം കഴിച്ച് വന്നാ എങ്ങനെ ഇരിക്കും? ആ, ഞാൻ നേരത്തെ പറഞ്ഞ പശുവിനെ പോലെ ഇരിക്കും. നീ എന്താ ഉദ്ദേശിച്ചത്? അയ്യോ, വേറെ ആരെയുമല്ല, നിന്നെ തന്നെ. എന്താ എന്താ ഇത്ര കളിയാക്കി ചിരിക്കാൻ? എനിക്ക് ചിരി വന്നു, ഞാൻ ചിരിച്ചു. അതിന് അമ്മയ്ക്കെന്താ? ഒറ്റടി. അല്ല, എനിക്കെന്താ എന്റെ ഭാര്യയോട് സ്നേഹം കാണിച്ചൂടെ? ആ ബ്രോ, ഞാൻ പറഞ്ഞ വേറൊന്നും വിചാരിക്കരുത്. ഇല്ല, പറടാ. കാക്കുത്തി, പറയട്ടെ. മിണ്ടായിരിക്കു ചേട്ടാ. എടാ 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 എടാ, നിന്നെ ചൊറിയാനായിട്ടാടാ ഇവ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ. അമ്മേന്ന് പോയെ, നീ പറടാ. ബ്രോ, ഞാൻ അന്ന് ശ്രേയയെ തല്ലിയപ്പോ ആശ്വസിപ്പിക്കാനായി അവളുടെ തോളിൽ കൈവയ്ക്കാനായി നോക്കിയപ്പോ നിന്നെ രൂക്ഷമായി നോക്കുന്ന ശ്രേയയെ ഞാൻ ശ്രദ്ധിച്ചു. ഓർമ്മയുണ്ടോ നിനക്ക്? ശ്രേയയോട് നീ മുടിയിൽ മുല്ലപ്പൂ ചൂടിത്തരാന്ന് പറഞ്ഞാലേ അവള് തിരിഞ്ഞു നിന്ന് നിന്നെ പുറംകാലുകൊണ്ട് തൊഴിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പശു. മാഡത്തിന്റെ മുന്നിലെ മുട്ടിയിൽ നിന്ന് തൊഴേണ്ടി വരും നിനക്ക് പൂ വെക്കണമെങ്കിൽ. എന്നെ ആക്കിയതാണോ? അല്ലടാ, സീരിയസ് ആയി പറഞ്ഞതാ. നീ പറഞ്ഞല്ലോ അച്ഛൻ നിന്റെ കാൽ കീഴിലാണെന്ന്. ശരിക്കും കാൽ കീഴിൽ കിടക്കാൻ പോകുന്നതേ നീയാ, ശ്രേയയുടെ കാൽ കീഴിൽ. എന്നാ നീ കേട്ടോ, നാളെ എന്റെ പെണ്ണിന് മുല്ലപ്പൂ അല്ല, നല്ല കിലുങ്ങുന്ന പാദസരം ഇട്ട് കൊടുക്കും ഞാൻ. അതെന്റെ വാശിയാ. നീ അത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം ഞാൻ. നീ കണ്ട് രസിക്കടാ. ബ്രോ, നടക്കുന്ന കാര്യം വല്ലതും പറ. അവൻ പറഞ്ഞ ചെയ്യും. ഡാരവിന്റെ ഒരു മിനിറ്റ്. അപ്പച്ചിയുടെ ഉദ്ദേശം എന്താണ്? അനു, എന്തായിരിക്കും? ആ, എനിക്കറിഞ്ഞൂടാ. ആകാശേ, നീ ഇവിടെ നല്ലോണം കണ്ടോ ഈ സ്വർണ്ണ പാദസരം?
എടാ മക്കളെ, ദേ ഈ പാദസരം എന്റെ പൊന്നിന്റെ കാലിൽ ഇട്ടു കൊടുക്കണം. ഉം? ഉം. എന്റെ പെണ്ണിന്റെ കാലിൽ ഈ പാദസരം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തമ്മിലൊന്ന് കാണണം. പോടാ. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. വാ കൗതി, ഇതൊന്നും കണ്ടോണ്ട് നിക്കണ്ടല്ലോ, വാ. നീ എന്നെ വെല്ലുവിളിച്ചില്ലടാ ആകാശേ. ഈ അരവിന്ദൻ ആരാണെന്ന് നീ അറിയും. പറയൂ അരവിന്ദ്. ഹലോ അരവിന്ദ്, ഫോൺ ചെയ്തിട്ടൊന്നും മിണ്ടാതിരിക്കുന്നത് എന്താ? അത് മേഡത്തെ എനിക്കൊന്ന് കാണണമായിരുന്നു. എന്താ? മേഡത്തോട് അതെങ്ങനെ പറയുമെന്ന് ആലോചിച്ച് എനിക്ക് വാക്കുകൾ ഇടുന്നില്ല. എന്താ അരവിന്ദ്, എന്നെ കാണണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വീട്ടിലുണ്ട്, വന്നോ. അയ്യോ മേഡം, വീട്ടിൽ അമ്മ ഉണ്ടാവില്ലേ? അത് വേണ്ട. വീട്ടിന്റെ അടുത്ത് ആ കായൽ തീരത്തോട്ട് വരുമോ? കായൽ തീരത്തോ? അതെ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തല്ലേ കായൽ തീരം. അവിടെ വെച്ച് മേഡത്തിന് തരണം. എന്ത് തരണോന്ന്? അയ്യോ അതല്ല, മേഡം തിരിതിരികല്ലേ, വേറെ. വേറെയോ? എന്താ? ഞാൻ ആഗ്രഹിച്ച് വിളിച്ചതല്ലേ, അപ്പോ മേഡം ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചാ ഞാനെന്ത് പറയാനാ? ഇന്ന് സൺഡേ അല്ലേ, മാഡം ഫ്രീ അല്ലേ? ഒന്ന് നേരിട്ട് വരാമല്ലോ. സൺഡേ ഒരു ദിവസം മാത്രമേ എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ആ ടൈമില് വീട്ടിൽ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചതാ. മാഡം പ്ലീസ്, ഞാൻ വീട്ടിലേക്ക് വന്നാൽ അവിടെ അമ്മയുണ്ടല്ലോ, മോശമല്ലേ? പ്ലീസ് ഒരു 5 മിനിറ്റ് മതി. കായൽ തീരത്തേക്കൊന്ന് വന്നിട്ട് പോകും. ഹലോ മാഡം, പ്ലീസ് പ്ലീസ് ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി. ആ ശരി, വരാം. സന്തോഷം. ഓ